കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ രണ്ടാമത് ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗമായിട്ട് പാർട്ട് 1 അഭിഷേകം എന്നാൽ അന്യഭാഷയോ എന്ന ടൈറ്റിലോടുകൂടി ഒരു വീഡിയോ ചെയ്തതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചില സംശയങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ, മാറുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഫീഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അഭിഷേകം, അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നാൽ അത് അന്യഭാഷയാണ്. എനിക്ക് ആ വരം ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു കുറവുണ്ട്. കർത്താവ് വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ? കാഹളത്തിന് ശബ്ദം കേൾക്കാൻ കഴിയുമോ? ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പലപ്പോഴും സഭയിൽ, ആരാധനകളിൽ ഞാൻ ഒരു കുറവുള്ള വ്യക്തിയായിട്ട് മറ്റുള്ളവർക്ക് അവരുടെ വീക്ഷണത്തിൽ, കാഴ്ചയിൽ തോന്നുമോ? പ്രത്യേകിച്ച് ചില ശുശ്രൂഷകൾ ചെയ്യുമ്പം, ഇപ്പം പാട്ട് പാടുന്ന, അല്ലെ സംഗീതം, അത് ആ ശുശ്രൂഷ നിവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സഹോദരി നന്നായിട്ട് പാടും. കൺവെൻഷൻ സ്റ്റേജിൽ പാടും, മീറ്റിങ്ങുകളിൽ പാടും. അപ്പോൾ ഈ കൺവെൻഷൻ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് പരിശുദ്ധാത്മാവിലുള്ള ആരാധന വരുമ്പം അവർക്ക് ആ വരവില്ലാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു കുറവുള്ളതുപോലെ, എന്തോ ഒരു ചെറിയ അതൃപ്തി പോലെ, അത് സഭയിലായാലും മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ ഒരു കുറവുള്ളതുപോലെയുള്ള തോന്നലുകൾ, അതിൻ്റെ ഇച്ഛാഭംഗങ്ങൾ ഒക്കെ പലപ്പോഴും നമ്മളിൽ ഉളവാകുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഈ രണ്ടാമത്തെ പാർട്ടിൽ 1-2 പാർട്ടുകൂടെ ചെയ്യുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ ആ സംഘം കാത്തിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവർ നിറയപ്പെട്ടു, ആത്മസ്നാനത്താൽ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അതൊന്നും തർക്കമറ്റ സംഗതികളാണ്. പക്ഷേ അതൊരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ദൈവം അവരെ ശക്തീകരിച്ച് അവരെ അയക്കുക. അവർ പിറ്റേ ഞായറാഴ്ചയും തുടർന്ന ദിവസങ്ങളിലെല്ലാം അവിടെ സെഹിയോൻമാളയിൽ കൂടിയിരുന്ന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂടിയിരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു എന്നർത്ഥമില്ല. ആ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ കടന്നുപോയി. അതിലൊരുവനായിരുന്നു തോമസ്, യേശുവിന് തോമസ്, നമ്മൾ സെൻറ്റ് തോമസ്, വിശുദ്ധനായ തോമസ് എന്നറിയപ്പെടുന്ന ആ തോമസ് ലീഗയാണ് AD 52 ഭാരതത്തിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം കൊടുങ്ങല്ലൂർ കടന്നു വന്നു. അദ്ദേഹത്താൽ സ്ഥാപിതമായിട്ടുള്ള പല പള്ളികളുടെ ചരിത്രം നമുക്കറിയാം. അങ്ങനെയാണ് ഇവിടെ ഭാരതത്തിൽ ക്രൈസ്തവ ജനത, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഉളവാകുന്നത്. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നാൽ കള്ളി, കാളിയാങ്കൽ, പകലോമറ്റം, ശങ്കരമംഗലം തുടങ്ങിയ ബ്രാഹ്മണ കുടുംബങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു. 7 പള്ളികൾ അദ്ദേഹത്താൽ സ്ഥാപിതമായി. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് താൻ റോമിലേക്ക് കടന്നുപോയി. ഇന്നും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഓരോ ശിഷ്യന്മാരും ഇതൊരു വലിയ ശക്തി, അവരെ മുൻപോട്ട് നയിക്കുവാൻ, സുവിശേഷം പറയുവാൻ ശക്തിയായിട്ട് മാറ്റപ്പെടുകയായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയേ, അവരെല്ലാവരും യെരുശലേമിൽ ആ സെഹിയോൻ മാളികയിൽ തന്നെ ഇരുന്നു കൊണ്ട് അന്യഭാഷ പറയുകയായിരുന്നെങ്കിൽ ലോകത്തിൽ എങ്ങനെ സുവിശേഷം എത്തപ്പെട്ടേനെ? അപ്പം ഇതെല്ലാം നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. നമ്മൾ വചനം ശരിയായിട്ട് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തതിൻ്റെ കുറവുകളും പരിമിതികളുമാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന, ഈ ശുശ്രൂഷ വരുന്ന അവരുടെ ചോദ്യശരങ്ങളാണ് പലപ്പോഴും നമുക്ക് തന്നെ നമ്മളോട് ഒരു മതിപ്പില്ലാത്ത അവസ്ഥയിലേക്ക്, അപകർഷതാ ബോധം സൃഷ്ടിക്കുന്നൊരവസ്ഥയിലേക്ക് ദൈവജനം മാറ്റപ്പെടുന്നത്. അത് നമ്മൾ പുറത്തു വരണം. നമ്മൾ കർത്താവിനെ, യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ചത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മളുള്ള ആ അഭിഷേകം കൊണ്ടാണ്. അത് നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മളെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതും സ്നേഹിക്കുന്നതും കൊടുക്കുന്നതും പരോപകാരം ചെയ്യുന്നു, മറ്റുള്ള സ്നേഹിക്കുന്നതെല്ലാം അതിൻ്റെ ഫലങ്ങളിൽ പെടുന്നതാണ്.
ഇപ്പോൾ ഒരാൾക്ക് ഈ അന്യഭാഷ എന്ന വരം കിട്ടി അവർ സഭയിൽ അന്യഭാഷ പറയുകയും മറ്റൊരാൾ അതില്ലാതെ അദ്ദേഹം അതിനെക്കാട്ടിൽ വിലപ്പെട്ട 100 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സുവിശേഷ പ്രതികൾ, കോടിക്കണക്കിന് രൂപയുടെ മറ്റ് പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അപ്പം അവരുടെ ചിന്ത ഇത് പറയാത്തതുകൊണ്ട് എന്തോ കുറവുണ്ട്. നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാണ്ട് പാടില്ല. അപ്പം ആദ്യം നമ്മുടെ തലച്ചോറിൽ നിന്നും ബ്രെയിനിൽ നിന്നും നമ്മൾ എടുത്തു മാറ്റേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ അപ്പോസ്തല പ്രവർത്തിയിൽ സഹ്യന്മാളുകൾ തുടങ്ങിയൊരു സംഭവമല്ല. ആദ്യത്തെ എൻ്റെ ഈ 2ാമത്തെ പാട്ടിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ അതിൻ്റെ അവസാനം വരെയും ഹഗ്ഗായിയുടെ പുസ്തകം വരെയും നമ്മൾ നോക്കുമ്പോൾ അനേക ഇടങ്ങളിൽ അനേകരിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിവിധ നിലകളിൽ പ്രവർത്തിച്ചായിട്ട് കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ഈ 2ാമത്തെ വീഡിയോ ചെയ്യുന്നത്. അവരാരും അവിടെ അന്യഭാഷ പറഞ്ഞായിട്ട് കാണുന്നില്ല. പലരും അന്യഭാഷ പറഞ്ഞായിരുന്നെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടെ മറ്റു ചില സംഭവിക്കാൻ പുറകെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വിശുദ്ധ തിരുവനന്തപുരത്തിൻ്റെ പഴയ നിയമഭാഗത്തിൻ്റെ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, അവിടെ ആരംഭിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ആദ്യം ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ഈ ഭൂമി കോടാനുകോടി വർഷങ്ങൾ അത് പാഴുശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. ജീവൻ്റെ ഉൽപ്പത്തിയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് പാഴുശൂന്യമായിട്ട് കിടക്കുക. ആഴത്തിൻ്റെ മീതെ ഇരുൾ വ്യാപരിച്ചുകൊണ്ടിരുന്നു. 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതിനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഫോം ചെയ്തെടുക്കുവാൻ, ഇതിന് രൂപഘടന കൊടുക്കുവാൻ, ജീവൻ ഉൽപ്പത്തിക്ക് പാത്രമായി തീരുവാൻ വേണ്ടി അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചെന്നാണ് വായിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് കുറേ പലവിധ ഭാഷകൾ പറയുകയോ മറ്റു വരങ്ങളോ അല്ല ചെയ്തത്. അതിനെ ഒരു ആകൃതിയിലേക്ക് അതിനെ ഫോം ചെയ്തെടുക്കുവാൻ, ഒരു മനുഷ്യൻ്റെ ജീവികളുടെ ജീവൻ അവിടെ ഉണ്ടാകേണ്ടതിന് അതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിനെ പരിവർത്തിച്ചു, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അതുവരെ അവിടെ ഇരുളാണ് വ്യാപരിച്ചുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ മനോഹരമായ ഭൂമി കോടാനുകോടി വർഷങ്ങൾ പാഴും ശൂന്യമായിട്ട് കിടന്നൊരു ഗ്രഹമായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് 490 പരം കോടി വർഷങ്ങൾ ഇതിന് പഴക്കമുണ്ട്. അപ്പം ഇതിനെ ഇന്ന് കാണുന്ന മനോഹരമായ ജീവൻ തുടിക്കുന്ന, ജീവൻ നിലനിൽക്കുന്ന, ജീവൻ വസിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതേ പുസ്തകത്തിൽ 41-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഫറവോൻ എന്ന ഭരണാധികാരി, അദ്ദേഹം ചില സ്വപ്നങ്ങളൊക്കെ കണ്ടു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള പലരെയും കൊണ്ടുവന്ന് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്താണെന്ന് അവർക്കൊന്നും അത് പിടികിട്ടിയില്ല. അപ്പോൾ യോസഫിനെ അടുക്കൽ വിവരം എത്തുകയും അദ്ദേഹം ഇതിൻ്റെ വ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഫറവോൻ പറയുന്നൊരു പദം 38-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് പറയുക. അപ്പോൾ ഇത് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത ശേഷം അവിടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു, അവർ ശക്തി പ്രാപിച്ചു, അന്യഭാഷ സംസാരിച്ചു. ഇവിടെ ഒന്നും ആരംഭിച്ചതല്ല. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ കുണ്ടറയിൽ ജയിലിൽ കിടക്കുന്ന ഈ യോസഫിനെക്കുറിച്ച് അവന് ദൈവം കൊടുത്തത് 4 അന്യഭാഷ പറയാൻ പറ്റില്ല. അവന് ദൈവം കൊടുത്തത് ഇതിൻ്റെ ഒരു വ്യാഖ്യാനമായിരുന്നു, അപരമായിരുന്നു. നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പലവിധ ഭാഷകളുടെ വരവില്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവില്ലെന്ന്? ഫറവോൻ കണ്ട സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും വ്യാഖ്യാനിക്കുവാനുള്ള വരം ദൈവത്തിന് കൊടുത്തു. അവിടെ നാം വായിക്കുന്ന ഈ ഫറവോൻ തന്നെ സാക്ഷ്യപ്പെടും, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറയുകയാണ്.
ഒരുപാട് മോശയെക്കുറിച്ച്, ഇങ്ങോട്ട് നമ്മുടെ പഴയ നിയമഭാഗത്തിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരെക്കുറിച്ച്, ന്യായാധിപന്മാരെക്കുറിച്ച്, പ്രവാചകന്മാരെക്കുറിച്ച്, അനേക വ്യക്തികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരിലെല്ലാം വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു. നാഥാൻ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ അല്ലേ, ദാവീദിൻ്റെ മേൽ, ശൗലിൻ്റെ മേൽ, പിന്നീടാണ് ശൗലിൻ്റെ മേൽ ദുരാത്മാവൊക്കെ വന്നുകൂടിയത്. അപ്പം അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കന്മാർക്ക് ആ രാജ്യത്തെ ദൈവിക വ്യവസ്ഥിതിയിൽ ദൈവത്തിൻ്റെ ഹിതം പോലെ ഭരിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഇതെല്ലാം അവരിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അവരാർക്കും മനസ്സിലാകാത്ത കുറേ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജാവിന് രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല. ഒരു ന്യായാധിപന് ന്യായപാലനം നടത്താൻ കഴിയത്തില്ല. അവർക്ക് ദൈവം കൊടുത്ത ഈ വരം, പരിശുദ്ധാത്മാവിൻ്റെ വരം, ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനത്തെ മുൻപോട്ട് നയിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ആ ജനത്തെ ദൈവഹിതപ്രകാരം ഒരുക്കിയെടുക്കുവാൻ, യുദ്ധം ചെയ്യുവാൻ ഒക്കെ ദൈവം കൊടുത്ത വരമായിരുന്നു. പുറപ്പാട് ദിവസത്തിൽ ഞാൻ ചുരുക്കം 3-4 പേരെ അങ്ങനെ പരിചയപ്പെടുത്താൻ പോയാൽ ഒട്ടുമിക്ക പേരുടെ കാര്യം പറയേണ്ടി വരും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഹൂരിൻ്റെ മകനായ ബെസലേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബെസലേൽ, അദ്ദേഹത്തിന് ജോലി എന്താണെന്നറിയാമോ? കൗശലപ്പണികളെ ചെയ്യാൻ ഭയങ്കര സാമർഥ്യം അദ്ദേഹത്തിന്. ഇപ്പോൾ ഒരു അരമന പണിയുക, ഒരു ദേവാലയം പണിയുക, ഒരു ദേവാലയത്തിലെ വസ്തുവകകൾ, ഉപകരണങ്ങൾ പണിയുക. ഇപ്പം ഉദാഹരണം സമാഗമന കൂടാരം, അതിനകത്ത് വെക്കേണ്ട ഉപകരണങ്ങളുടെ പണികൾ, തിരശ്ശീലയുടെ പണികൾ, ഇങ്ങനെയുള്ള പണികൾ നടത്തുമ്പം നമുക്കറിയാം കരകൗശല പണിക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വളരെ സമർത്ഥമായിട്ട് തടിയിലും മറ്റ് വസ്തുക്കളിലും കൊത്തുപണികൾ ചെയ്ത് നമ്മൾ അതിശയിച്ചു പോകുന്ന പണികൾ ചെയ്യുന്നവർ, താജ്മഹലിൻ്റെ കൊത്തുപണികൾ, അങ്ങനെ പലതിൻ്റെ പണികൾ, യെരുശലേം ദേവാലയ പണികൾ. ഈ ബെസലേലിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കരകൗശല അല്ലെങ്കിൽ കൗശലപ്പണികൾ ചെയ്യുക. ഇപ്പം നമ്മളിവിടെ വായിക്കുന്നത് അവൻ ദിവ്യാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. ദൈവം അവൻ്റെ മേലൊരു പ്രത്യേക അഭിഷേകം, ഒരു ആത്മാവിനെ പകർന്നത് ജ്ഞാനവും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് ദൈവം അവനെ നിറച്ചു. എന്തിനാണെന്നറിയാമോ? ഈ ഉപകരണങ്ങളെ വിദഗ്ധമായിട്ട് പണിതെടുക്കുവാൻ. അപ്പോൾ ഒരു ആർക്കിടെക്ചറിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ അവൻ്റെ മേൽ വന്ന ദൈവത്തിൻ്റെ കൃപ, ആത്മാവ്, അതിൻ്റെ വരം ഒരു ആർക്കിടെക്ചറിൻ്റെ പ്രവൃത്തി ചെയ്യുവാനുള്ളതായിരുന്നു. അത് ചെയ്തേക്കത്തുള്ള കാര്യം, ഈ സമാഗമന കൂടാരത്തിൽ വെക്കേണ്ട പല വസ്തുക്കളും അത് ഉണ്ടാക്കേണ്ടത്, ഇതിൻ്റെ ആലയത്തിൻ്റെ നിർമ്മിതികൾ, അതിൻ്റെ തിരശ്ശീലകളൊക്കെ ചെയ്യുവാനുള്ള കൃപ ദൈവത്തിന് കൊടുത്തു. അപ്പം ബെസലേലിൻ്റെ ജോലി ഈ കൗശലപ്പണികളാണ്. അവൻ ഈ വസ്തുക്കളെല്ലാം മുന്നേ എടുത്തു വെച്ചു, തടികളെ എല്ലാം എടുത്തു വെച്ചു, മറ്റു ഉപകരണങ്ങൾ എടുത്തു വെച്ചു. അദ്ദേഹം കുറേ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഇത് പണി നടക്കത്തില്ല. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം അവനെ കൊടുത്ത ആ വരം ജ്ഞാനമാണ്. ഇത് പണിയാനുള്ള ജ്ഞാനം, അറിവ് സകലവിധ സാമർഥ്യം കൊണ്ട് നിറച്ചു. ഇനിയും ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിന് 34-ാമത്തെ വാക്യം, ഇവിടെ എന്താ സംഭവം? ഇസ്രായേൽ ജനം മിദ്യാന്യരാൽ പീഡിപ്പിക്കപ്പെടുക. മിദ്യാന്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിക്യം പ്രാപിച്ച്, ഇസ്രായേൽ ഒത്തിരി കഷ്ടപ്പെട്ട് പണിയൊക്കെ ചെയ്യും, വിതയ്ക്കും, കൊയ്തുകൊണ്ട് പോവും. മിദ്യാന്യർ വന്നിട്ട് ഇവരങ്ങ് ക്ഷയിച്ചു. ഇസ്രായേൽ ഇവരുടെ മേൽ ആധിക്യം പ്രാപിച്ചപ്പോൾ ഈ മിദ്യാനിലെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കണം. ഇപ്പോൾ നമ്മൾക്കൂടെ കാണാൻ കഴിയുന്നുണ്ട് ഗിദയോൻ 6:34. നിങ്ങൾ ഈ വാക്യങ്ങൾ സംശയമുണ്ട്, വായിക്കണം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദയോൻ്റെ മേൽ വന്നു. ഗിദയോൻ എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ പ്രവചിക്കുന്നില്ല, അവിടെ ഭൂതശാന്തി നടത്തുന്നില്ല, അവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നില്ല. അവൻ ഒരു ചെറിയ സമൂഹത്തെ ഈ മിദ്യാന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുക്കിയെടുക്കുക. അപ്പോൾ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവർ ചെയ്തത് ഒരു സമൂഹത്തെ, ഇസ്രായേൽ ജനത്തെ മിദ്യാന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ തൊക്കെ ഇടയാ തീർന്നു. ഇനിയും ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് 13-14 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ സംഭവം? 40 വർഷമായി, 40 സംവത്സരമായിട്ട് ഇസ്രായേൽ ജനം ഫെലിസ്തീനയുടെ കയ്യിലകപ്പെട്ട്, ഫെലിസ്തീനാൽ അവർ പിടിക്കേണ്ടി, ഫെലിസ്തീനരുടെ മേൽ
വെല്ലുവിളിക്കുകയും യുദ്ധം ചെയ്യുകയും അവരുടെ മേൽ ആധിക്യം പ്രാപിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഇവരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അവർ കൊടുത്ത് വലിയൊരു മല്ലനുണ്ടായിരുന്നു. നമുക്കിവിടെ കാണാൻ കഴിയുന്നതായ ഒരു വലിയ മല്ലന്മാരാണ് ഇവര്. അതുകൊണ്ട് ദാവീദ് നമുക്കറിയാം, ഈ ഫെലിസ്തീൻ മല്ലനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ചെന്ന് തോൽപ്പിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ന്യായാധിപദിവസം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ പേര് ശിംശോൻ എന്ന, അദ്ദേഹത്തിന് ജനസമയത്ത് തന്നെ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ അദ്ദേഹം അനുഷ്ഠിക്കേണ്ട പല അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, അദ്ദേഹം ആചരിക്കേണ്ട പല പഥ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ദാവീദിനെ ദൈവം ഉപയോഗിച്ചത് ഇസ്രായേലിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തി വിടുവിക്കാനാണെങ്കിൽ, ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു ശിംശോൻ ഇതുപോലെ തന്നെ ഫെലിസ്തീയ ഈ സൈന്യം അവിടെ വരുമ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിംശോൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുക. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിൽ ചെന്നപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വീണു അവനെ കൊല്ലാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അദ്ദേഹം ഒരു വഴിയാത്രയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ തിമ്നയ്ക്കരികെയുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ ചെന്നപ്പോൾ ഒരു ബാലസിംഹം ഇവൻ്റെ നേരെ ചാടി അലറി വീണു ഇവനെ പിച്ച് ചീന്തി കൊന്നു കളയാൻ. ശിംശോൻ ഒരു മനുഷ്യനാണ്. അവിടെ എന്നാ സംഭവിച്ചത്? നാം വായിക്കുന്ന, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ അവൻ അതിനെ കീറിക്കളഞ്ഞു. ഞാൻ നിങ്ങളോട് പരമാർത്ഥമായിട്ട് ചോദ്യം ചോദിക്കുക. പരമാർത്ഥമായിട്ട് നമ്മുടെ നേരെ ഒരു ബാലസിംഹം അലറി വീണ് നമ്മളെ കൊന്നുകളയുവാൻ കടന്നു വരുമ്പം നമ്മൾ ആ സിംഹത്തിന് മുഖത്തോട് നോക്കിയെന്ന് ആർക്കും മനസ്സിലാകാത്ത 10 അന്യഭാഷ അങ്ങ് പറഞ്ഞെന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സിംഹം ഓടിപ്പോകുന്നു? ദൈവം അവൻ്റെ കയ്യിൽ ഒരു ആയുധമില്ലാതിരിക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് കീറിക്കളയുന്ന പോലെ കീറിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യത്യസ്ത നിലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തർക്കും അത് ദൈവം വിവിധ വരങ്ങളായിട്ട് പകർത്ത് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ദയവായിട്ട് ഒരാൾക്ക് ഈ അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് മാത്രം സംസാരിക്കുന്നത് മറ്റൊരാൾക്കത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ കൊരിന്ത്യലേഖനത്തിലേക്ക് പൗലോസ് പറയുന്നുണ്ട്, സഭയിൽ അത് മറ്റാർക്കും വലിയ പ്രയോജനം വരുന്നത്. ഒന്നിൽ അതിന് വ്യാഖ്യാനം ഉണ്ടാകണം, അതിനെ പരിവർത്തനം ചെയ്ത് കൊടുക്കാൻ. നമ്മൾ അതിനൊരു കുറവായിട്ട് അവർക്കില്ല എന്നൊരു കാണാൻ പാടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടെ പറയാനുണ്ട്. അതിൻ്റെ 3-ാമത്തെ പാർട്ടായിട്ട് ഞാൻ പുതിയ നിയമത്തിൽ കൂടെ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.